KJU Zindabad, KJU Zindabad, 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 KJU Zindabad, KJU Zindabad. ജില്ലാ പഞ്ചായത്ത് ചെയർമാൻ PS അടക്കമുള്ള ബഹുമാന്യരെ, നിരന്തരായ സഹപ്രവർത്തകർ, കേരള ജേർണലിസ്റ്റ് യൂണിയന്റെ ജില്ലാ സമ്മേളനത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. കേരളത്തിലെ പ്രാദേശിക പത്രപ്രവർത്തകരെ അവകാശബോധമുള്ളവരാക്കി മാറ്റുന്നതിൽ ശക്തമായി ഇടപെടൽ നടത്തുന്ന ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമാണ് കേരള ജേർണലിസ്റ്റ് യൂണിയൻ. നാളെ ആലപ്പുഴ ജില്ലയിലെ പ്രതിനിധി സമ്മേളനം ഇവിടെ നടക്കുന്നുണ്ട്. ഇതിന് മുന്നോടിയായി ഇന്ന് നടക്കുന്ന പ്രധാന ചടങ്ങുകളിൽ നിന്ന് ഈ സംഘടനാ കാലയളവിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന, ഞങ്ങളുടെ നേതൃപരമായി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഇടപെടൽ നടത്തിയ ഏറെ പ്രിയങ്കരനായ സാമുവൽ ഡേവിഡ്, അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലൂടെ കടന്നു പോകുന്ന ഒരു സമ്മേളനം എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം. അദ്ദേഹത്തിൻ്റെ പേരിൽ ജേർണലിസ്റ്റ് യൂണിയൻ ഏർപ്പെടുത്തിയ പത്രപ്രവർത്തക അവാർഡ് വിതരണം, ഇതിൻ്റെ പ്രഥമ അവാർഡ് വിതരണം ഇന്ന് നടക്കുകയാണ്. അതാണ് ഈ ചടങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ, ഈ സംഘടനയോടൊപ്പം നടന്നതിൻ്റെ ഓർമ്മകൾ പങ്കുവെക്കുന്ന ഒരു ചെറിയ സ്മരണികയുടെ പ്രകാശനവും ഇവിടെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആലപ്പുഴ ജില്ലയിൽ 25 വർഷം പൂർത്തിയാക്കിയ സഹപ്രവർത്തകരെ ആദരിക്കുന്ന ചടങ്ങ് കൂടിയാണ്. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാമെന്ന് നമ്മളോട് സമ്മതിച്ചിരുന്ന ബഹുമാന്യനായ മന്ത്രി ടി പ്രസാദ് മറ്റു ചില സാങ്കേതിക പ്രശ്നങ്ങളാൽ ഹരിപ്പാട്ടെയും കായംകുളത്തെയും പരിപാടി വൈകുന്നേരത്തെ റദ്ദ് ചെയ്യേണ്ടി വന്നു. മറ്റൊന്ന്, നമ്മുടെ പരിപാടിയിലെത്തേണ്ടത് അവാർഡ് ദാനം നിർവഹിക്കാമെന്ന് ഏറ്റവും രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹത്തിനും വ്യക്തിപരമായ അസൗകര്യം വന്നിരിക്കുന്നു. ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് PS താഹയാണ്. പങ്കെടുത്ത ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. KJUവിൻ്റെ നേതൃത്വത്തിൽ ഇന്നും നാളെയുമായിട്ടാണ് ഈ സമ്മേളനം നടക്കുന്നത്. കേരളത്തിലെ, ഇന്ത്യയിലെയും പത്രമാധ്യമ രംഗത്തെ പ്രാദേശിക ലേഖകരുടെ കൂട്ടായ്മയാണ് KJU. ഏറ്റവും കൂടുതൽ പത്രപ്രവർത്തക രംഗത്ത് താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന വിഭാഗമാണ് പ്രാദേശിക പത്രപ്രവർത്തകർ. എന്നാൽ പല ഘട്ടങ്ങളിലും ഈ പ്രാദേശിക പത്രപ്രവർത്തകരെ വേണ്ടത്ര നിലയിൽ പരിഗണിക്കുന്നതിനോ ന്യായമായ ആനുകൂല്യങ്ങളോ അവകാശങ്ങളോ പോലും നൽകുന്നതിനോ പലപ്പോഴും ഭരണകൂടങ്ങൾ തയ്യാറാകുന്നില്ല എന്നുള്ള വസ്തുതയുണ്ട്. ഇത് വർഷങ്ങളായി ഇത്തരം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു വിഭാഗമെന്ന നിലയിൽ നിരവധിയായ സമരങ്ങളും പോരാട്ടങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ ഈ വിഭാഗം കേരളത്തിലും ഇന്ത്യയിലുമാണ് നടത്തിക്കൊണ്ടിരിക്കുക. നമ്മുടെ നാട്ടിലെ എല്ലാ പ്രശ്നങ്ങളും പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നതിനും മുഖ്യധാരാ മാധ്യമങ്ങളിലേക്കടക്കം അത് വാർത്തയായി കൊണ്ടുവന്നുകൊണ്ട് ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പ്രാദേശിക പത്രപ്രവർത്തകരാണ്. ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു പ്രാദേശിക പത്രപ്രവർത്തകൻ കണ്ടെത്തുന്ന ഒരു വിവരമാണ് അടുത്ത ദിവസങ്ങളിൽ അതൊരു പ്രധാന വാർത്തയായി വരികയും ഭരണകൂടത്തിൻ്റെയും ബന്ധപ്പെട്ടവരുടെയും ശ്രദ്ധയിൽ എത്തുകയും ചെയ്യുന്നു. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന മാധ്യമം, ആ മാധ്യമത്തിൻ്റെ ഏറ്റവും താഴെത്തട്ട് ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തിക്കുന്ന വിഭാഗമാണ് പ്രാദേശിക മാധ്യമ പ്രവർത്തകർ. അതിൽ ആ അർത്ഥത്തിൽ ഒരു സുരക്ഷിതത്വമോ അവരുടെ തൊഴിലിൽ സുരക്ഷിതത്വമോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന വാർത്തകളുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റ് നിയമപ്രശ്നങ്ങളിലോ ഒന്നും തന്നെ വേണ്ടത്ര നിലയിലുള്ള ഒരു പരിരക്ഷയോ അല്ലെങ്കിൽ വേണ്ടത്ര നിലയിലുള്ള ഒരു സംരക്ഷണമോ കിട്ടുന്നില്ല എന്ന പ്രശ്നമുണ്ട്. നിരവധിയായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് പ്രാദേശിക പത്രപ്രവർത്തകർ. അതുകൊണ്ട് തന്നെ പ്രാദേശിക പത്രപ്രവർത്തകരുടെ കൂട്ടായ്മ സജീവമാകണമെന്ന വളരെ വർഷങ്ങൾ കൊണ്ട് നടത്തിയ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഈ മേഖലയിൽ കേരള ജേർണലിസ്റ്റ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രാദേശിക പത്രപ്രവർത്തകരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. അവസാനമായി സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക് നടത്തിയ സമരമടക്കമുള്ള പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടാണ് ഈ മേഖലയിലെ ഈ വിഭാഗം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്.
നിരവധിയായ സർക്കാരുകൾ മാറി മാറി വന്നപ്പോഴും പ്രാദേശിക പത്രപ്രവർത്തകരുടെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നതിനും അല്ലെങ്കിൽ അതിന് പരിഹാരം കാണുന്നതിനുമുള്ള നിരവധിയായ സമീപനങ്ങൾ ചെയ്യാമെന്ന വാഗ്ദാനം ഉണ്ടായെങ്കിലും ശാശ്വതമായ ഒരു പരിഹാരം പല കാലത്തും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ പണിയെടുക്കുന്ന പത്രപ്രവർത്തകർ, പ്രാദേശിക പത്രപ്രവർത്തകർ നല്ല നിലയിൽ അവരുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് KJU സംഘടനയിലൂടെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ജില്ലയിലെ മുഴുവൻ പത്രപ്രവർത്തകരും ഇടയിൽ ആവശ്യങ്ങളും അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനുമാണ് 2 ദിവസത്തെ സമ്മേളനം നടക്കുന്നത്. നമ്മുടെ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള സർ TS താഹയാണ്. സർ TS താഹയെ ഞാൻ ആദരപൂർവ്വം ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായി ക്ഷണിക്കുന്നു. കേരള ജേർണലിസ്റ്റ് യൂണിയൻ എന്ന കേരളത്തിലെ പ്രാദേശിക പത്രപ്രവർത്തകരുടെ ഈ സംഘടന അതിൻ്റെ വാർഷിക സമ്മേളനങ്ങളോടനുബന്ധിച്ചാണ് ഇങ്ങനെ ഒരു അനുമോദന സമ്മേളനം നടക്കുന്നത്. മംഗളപത്രത്തിന്റെ ലേഖകനായിരുന്ന അന്തരിച്ചുപോയ ശ്രീ സാമുൽ ഡേവിഡിന്റെ സ്മരണാർത്ഥം നൽകുന്ന മാധ്യമ പുരസ്കാരവും അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തെ നമ്മുടെ നാടിൻ്റെ വിവിധ മേഖലകളിൽ തങ്ങളുടേതായ മാർഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സാമൂഹ്യ പ്രവർത്തകർ, സംഘാടകർ, വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലെ നേതാക്കന്മാർ, സംരംഭങ്ങൾ നടത്തി പ്രവർത്തനം നടത്തുന്നയാളുകൾ ഇവരെല്ലാം അനുമോദിക്കാനും ഈ സംഘടന അതിൻ്റെ സമ്മേളനത്തോടനുബന്ധിച്ച പരിപാടി വെച്ചിരിക്കുക. ഞാൻ ഇപ്പോൾ പരിചയപ്പെട്ട ശ്രീ സ്മിജനുമായി സംസാരിക്കുകയായിരുന്നു നമ്മുടെ സംഘടനയെ സംബന്ധിച്ച്. കേരളത്തിലെ പ്രാദേശിക പത്രപ്രവർത്തകർ യഥാർത്ഥത്തിൽ പത്രപ്രവർത്തകർക്ക് അങ്ങനെ വേർതിരിവുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. വേർതിരിവിൻ്റെ ആവശ്യമില്ല. ഈ നവമാധ്യമങ്ങളുടെ വരവോടുകൂടി പ്രാദേശിക ലേഖനമെന്നോ അന്തർദേശീയ ലേഖനമെന്നോ ഒന്നും വ്യത്യാസമില്ല. ഒരു വാർത്ത കണ്ടെത്തുന്ന അല്ലെങ്കിൽ ഒരു വാർത്ത ഏറെ ചെയ്യുന്ന, അങ്ങനെയാണല്ലോ പുതിയ ഭാഷ, അങ്ങനെ ചെയ്യുന്ന ആളുകൾ അത് ഏറ്റവും പ്രാദേശികമായി പ്രവർത്തിക്കുന്ന ആളാവട്ടെ അന്തർദേശീയ നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ആളാവട്ടെ അവരെല്ലാം ഒരേ കൃത്യമാണ് നിർവഹിക്കുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ അക്കൗണ്ടിട്ടെന്നോ അല്ലെങ്കിൽ ദേശീയ നിലവാരത്തിൽ നിന്നോ അല്ലെ സംസ്ഥാന നിലവാരത്തിൽ നിന്നോ പറയുന്ന പത്രപ്രവർത്തകരെക്കാളൊക്കെ ഏറെ പ്രാധാന്യമുള്ള വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ദൗത്യം നിർവഹിക്കുന്നവരാണ് നമ്മുടെ താഴെ പ്രവർത്തിക്കുന്ന പ്രാദേശിക പത്രപ്രവർത്തകർ. പത്രപ്രവർത്തനത്തിന്റെ പുതിയ പ്രവണതകളെ സംബന്ധിച്ച് പറയാൻ ഞാൻ ആളല്ല. ദേശീയ രംഗത്തും സർവദേശീയ രംഗത്തുമെല്ലാം മാധ്യമ പ്രവർത്തനത്തിന് പുതിയ വെല്ലുവിളികളും സാധ്യതകളും എല്ലാം ഉള്ളൊരു കാലമാണ്. ഇവിടെ അധ്യക്ഷൻ പരാമർശിച്ചതുപോലെ ഇന്ത്യ പോലെയൊരു ജനാധിപത്യ രാജ്യത്ത് അതിന്റെ ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 4ാം തൂണ് എന്ന് പറയുന്ന 4th എസ്റ്റേറ്റ്, അതിന്റെ പ്രസക്തി ഭരണഘടനയുടെ നിർമ്മാതാക്കൾ തന്നെ കണ്ടറിഞ്ഞവരാണ്. അതുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങൾക്ക് നമ്മുടെ രാജ്യത്തിന്റെ പൊതുസമൂഹത്തിൽ വലിയ സ്ഥാനം ഉണ്ടായിട്ടുള്ളത്. ഭരണകൂടത്തിന്റെ ഔദ്യോഗിക കരചലനങ്ങളല്ല എന്നിട്ട് കൂടി സമൂഹത്തിന്റെ ശരീരത്തിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ടായത് ഈ ജനാധിപത്യത്തെ നിലനിർത്താൻ വേണ്ടി മാധ്യമങ്ങൾ വഹിക്കുന്ന ഏറ്റവും പ്രാധാന്യമുള്ള പങ്കുള്ളതുകൊണ്ടാണ്. ഇന്നത്തെ നമ്മുടെ രാജ്യത്തിന്റെ ഈ ഘടനയെ ഇങ്ങനെ കൊണ്ടുപോകുന്നതിൽ മാധ്യമങ്ങൾ വളരെ വലിയ പങ്കാണ് വഹിക്കുന്നത്. അത് കേവലം സത്യങ്ങൾ വിളിച്ചു പറയുക മാത്രമല്ല, സത്യങ്ങൾ കണ്ടെത്തുക മാത്രമല്ല, നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ഒരു നിലപാടുകളിലേക്ക് എത്തിക്കുന്നതിന് മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ഞാൻ മാധ്യമ പ്രവർത്തനത്തെയും മാധ്യമ പ്രവർത്തകരെയും എല്ലാം വിമർശന ബുദ്ധിയാ സമീപിക്കുന്ന ഒരാൾ കൂടിയാണ്. മാധ്യമങ്ങളുടെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച്, മാധ്യമങ്ങളുടെ പക്ഷപാതകരമായ നിലപാടുകളെ കുറിച്ച്, മാധ്യമങ്ങളുടെ ഭരണകൂടത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനത്തെക്കുറിച്ച് എല്ലാം വിമർശനത്തോടെ കാണുന്ന ഞാനാണ് ഞാൻ. പക്ഷെ മാധ്യമങ്ങൾ നിർവഹിക്കുന്ന ധർമ്മത്തെ വിലകുറിച്ച് കാണുന്നില്ല. നമ്മുടെ രാജ്യത്തിന്റെ ഈ വ്യവസ്ഥാപിതമായ ഈ ജനാധിപത്യ സങ്കല്പത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ മാധ്യമങ്ങൾ ഏറ്റവും വലിയ റോളാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കേരളം ഒരുപാട് ഇക്കാര്യത്തിൽ മുന്നിൽ വന്നവരാണ്.
മാധ്യമപ്രവർത്തനത്തിന്റെ സ്വാതന്ത്ര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ ലോകത്ത് യുദ്ധം ഉണ്ടാകുമ്പോൾ, പലായനങ്ങൾ ഉണ്ടാകുമ്പോൾ, ആഭ്യന്തര കലാപം ഉണ്ടാകുമ്പോൾ ഏറ്റവും അധികം വേട്ടയാടപ്പെടുന്ന ഒരു വലിയ വിഭാഗം മാധ്യമങ്ങളാണ്. ലോകത്തിന് മുമ്പിലേക്ക് ഈ കാര്യങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് മാധ്യമങ്ങളാണ് വലിയ പങ്ക് വഹിക്കുന്നത്. യുദ്ധത്തിന്റെ ഭീകരത ആരാണ് ജനങ്ങളെ അറിയിക്കുന്നത്? ഏത് ഔദ്യോഗിക മാധ്യമങ്ങളൊന്നുമല്ല, സാധാരണ പത്രപ്രവർത്തകരാണ്. ആ യുദ്ധത്തിന്റെ എല്ലാ തീവ്രതകളെയും മനസ്സിലാക്കി അതിന്റെ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് സത്യത്തെ, ഭരണകൂട ഭീകരതയെ, ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളെ ലോകത്തെ അറിയിക്കുന്നത് മാധ്യമങ്ങളാണ്. യുദ്ധത്തെ കുറിച്ച് നാം ആശങ്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാർ നമ്മുടെ മാധ്യമ പ്രവർത്തകരാണ്. എത്രയേറെ ആളുകളാണ് കൊല്ലപ്പെടുന്നത്. രാജ്യത്ത് ആഭ്യന്തര കലാപം നടക്കുമ്പോൾ ആഭ്യന്തര കലാപങ്ങൾ ആ വാർത്ത തത്സമയം റിപ്പോർട്ട് ചെയ്യുന്നത് മാധ്യമ പ്രവർത്തകരല്ലേ. വർഗീയ കലാപങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വന്തം ജീവൻ പോലും പണയം വെച്ചാണ് മാധ്യമ പ്രവർത്തകർ ഇക്കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ അവർ ചെയ്യുന്ന സേവനങ്ങളെ, അവർ ചെയ്യുന്ന ജോലി സംബന്ധമായിട്ടുള്ള ഈ ഇടപെടലുകളെ ഒന്നും ചെറുതാക്കി കാണുന്നില്ല ഞാൻ. പക്ഷെ മാധ്യമ പ്രവർത്തകർ വലിയ വെല്ലുവിളികൾ നേരിടുന്നു. ഇത് തൊഴിൽപരമായിട്ടുള്ള വെല്ലുവിളികളാണെങ്കിൽ മാധ്യമത്തിന്റെ ഉടമകൾ എന്ന് പറയുന്നവർ, അത് പറയാതിരിക്കാൻ കഴിയില്ല. മാധ്യമങ്ങളുടെ എല്ലാം നിലപാടെന്താ? മാധ്യമങ്ങളുടെ നിലപാട് വസ്തുതകളെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും പല മാധ്യമങ്ങളും മാധ്യമ മാനേജ്മെന്റുകളുടെ താല്പര്യത്തിന് വിധേയമായി സത്യങ്ങളെയോ അല്ലെങ്കിൽ അർത്ഥസത്യങ്ങളെയോ ഒന്നും പുറത്തു കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. വിമർശനത്തോടെ സൂചിപ്പിക്കാം. ഏതെങ്കിലും മാധ്യമ പ്രവർത്തകരുടെ വ്യക്തിപരമായ വിമർശനമൊന്നും അല്ലായിരുന്നു, നിങ്ങളുടെ വ്യക്തിപരമായ നിലപാടുകളും അല്ലാന്ന് എനിക്കറിയാം. പക്ഷേ ഒരു സാമ്പത്തിക താല്പര്യത്തിന്റെ പേരിൽ, അതല്ലെങ്കിൽ കോർപ്പറേറ്റ് താല്പര്യത്തിന്റെ പേരിൽ എന്ന് വേണമെങ്കിൽ പറയാം, അതല്ലെങ്കിൽ മാനേജ്മെന്റ് താല്പര്യത്തിന്റെ പേരിൽ വസ്തുതകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ വിമർശനങ്ങളുണ്ട്, വീഴ്ചകളുണ്ട് എന്നത് യാഥാർത്ഥ്യമല്ലേ? മാധ്യമപ്രവർത്തകർ പരിശോധിക്കേണ്ട കാര്യമാണ്. ഇത് യഥാർത്ഥത്തിൽ വരുന്നത് എങ്ങനെയാണ്? ഇത് മാധ്യമങ്ങളുടെ താല്പര്യം ജനങ്ങളുടെ താല്പര്യം അല്ലാതായി മാറുമ്പോഴാണ്. മാധ്യമങ്ങളുടെ താല്പര്യം ഉടമകളുടെ താല്പര്യമായി മാറുമ്പോഴാണ്. മാധ്യമ താല്പര്യം ഉടമകളുടെ താല്പര്യമായാൽ ഉടമകളുടെ ലാഭാധിഷ്ഠിതമായ താല്പര്യമാണ് പ്രതിഫലിക്കപ്പെടുന്നത്, വാർത്തകൾ പ്രതിഫലിക്കപ്പെടും. ഇപ്പോൾ വാർത്തകളെക്കാൾ വ്യൂസ് ആണ് കൂടുതൽ. ന്യൂസ് അല്ല, ന്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുത, ആ വസ്തുതയെ ജനങ്ങളിലേക്ക് എത്തിക്കുക, അതാണ് വാർത്ത. പലപ്പോഴും വാർത്തകൾക്കപ്പുറമായി ഈ പുതിയ ഈ ദൃശ്യമാധ്യമങ്ങൾ വന്നതിന് ശേഷമുള്ള ഒരു വളർച്ചയാണ്. മാധ്യമം പറയുന്ന വാർത്തയേക്കാൾ മാധ്യമത്തിന്റെ നിലപാടാണ് പലപ്പോഴും ജനങ്ങളിലേക്ക് വരുന്നത്. നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോ സാധാരണ ദൃശ്യമാധ്യമങ്ങളിലെ ചർച്ചകൾ നോക്കിയാൽ കാണാം, ഒരു സംഭവം ഉണ്ടായാൽ ആ സംഭവത്തിന്റെ വസ്തുനിഷ്ഠമായിട്ടുള്ള വാർത്തകൾ പറയുന്നതിനൊപ്പം അത് പറയുന്നതിനൊപ്പം അവിടെ ഇരിക്കുന്ന ആങ്കറുടെ, അതല്ലെങ്കിൽ ആ മാധ്യമ സ്ഥാപനത്തിന്റെ, അതല്ലെങ്കിൽ ആ മാധ്യമത്തെ നിയന്ത്രിക്കുന്ന ആളുകളുടെ നിലപാടുകൾ കൂടി പറയും. അതാണ്. അപ്പം ന്യൂസിനേക്കാൾ വ്യൂസിന്, നിലപാടുകൾക്ക് പ്രാമുഖ്യമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് പലപ്പോഴും ഉണ്ടാകുന്ന കുഴപ്പമില്ല, ഈ മാധ്യമങ്ങളുടെ താല്പര്യമായിരിക്കും മുഴച്ചു നിൽക്കുന്നത്. മാധ്യമങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന അല്ലെങ്കിൽ മാധ്യമങ്ങളെ നടത്തുന്ന മാനേജ്മെന്റുകളുടെ താല്പര്യമായിരിക്കും മുഴച്ചു നിൽക്കാൻ പോകുന്നത്. യഥാർത്ഥ വസ്തുതകൾ പലപ്പോഴും തിരസ്കരിക്കപ്പെട്ടു പോകുന്നത് ഈ രംഗത്തെ ഒരു പ്രധാനപ്പെട്ട ന്യൂനതയായി കാണാൻ തയ്യാറാവണം. ഞാനിത് പ്രാദേശിക മാധ്യമ പ്രവർത്തനത്തിൽ ചെയ്തുകൊണ്ടാണെന്ന അഭിപ്രായമല്ല. ഒരുപക്ഷെ പ്രാദേശിക മാധ്യമ പ്രവർത്തകരായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും വാർത്തകൾ മേളിലേക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ, മാധ്യമ സ്ഥാപനത്തിലേക്ക് അല്ലെങ്കിൽ ഡെസ്കിലേക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ വസ്തുതാപരമായും സത്യസന്ധമായും റിപ്പോർട്ട് ചെയ്താൽ പോലും ഈ മാധ്യമ മാനേജ്മെന്റുകളുടെ ഒരു താല്പര്യം ഈ വാർത്തകൾ തിരഞ്ഞെടുക്കുന്നതിനുണ്ടാവും, വാർത്തകളുടെ പ്രയോജനം നിശ്ചയിക്കുന്നതിനുണ്ടാവും, വാർത്തകളുടെ വൈകി നിശ്ചയിക്കുന്നതിനുണ്ടാവും, വാർത്തകൾ അച്ചടിക്കുമ്പോൾ മുൻഗണന നിശ്ചയിക്കുന്നതിനുണ്ടാവും എന്നത് വസ്തുതയല്ലേ? പലപ്പോഴും നാം കാണാറില്ലേ? ഒരേ വാർത്ത ഒരേ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിക്കണമെന്ന് പൊതുസമൂഹം കരുതുന്ന പല വാർത്തകളും പല വർത്തമാന പത്രങ്ങളിലും പല പ്രയോറിറ്റികളാണ് വരുന്നത്. ചില പത്രത്തിന്റെ ഒന്നാം പേജിൽ ഒന്നാമത്തെ വാർത്ത അച്ചടിച്ചു വരുമ്പോൾ ചില പത്രത്തിന്റെ ചരമക്കോളത്തിൽ പോലും ഈ വാർത്ത കാണാറില്ല. ഇതാണ് ഞാൻ പറയുന്നത്. വാർത്തകളെക്കാൾ ആ വാർത്തകളുടെ തിരഞ്ഞെടുക്കലുകൾ, ആ വാർത്തകൾ അച്ചടിക്കുന്നത്, അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഏതെങ്കിലും ഒരു താല്പര്യം ഒരു മാധ്യമ മാനേജ്മെന്റ് സ്വീകരിച്ചാൽ സാധാരണ മാധ്യമ പ്രവർത്തകർക്ക് ചെയ്യാൻ കഴിയില്ല. സാധാരണ മാധ്യമ പ്രവർത്തകർ വാർത്തകൾ ശേഖരിച്ച് ഡെസ്കിലേക്ക് എത്തിക്കുക എന്ന ചുമതല മാത്രമാണ് നിർവഹിക്കുന്നത്. ശ്രമകരമായ അന്തരീക്ഷത്തിലൂടെയാണ് ആ പ്രവർത്തനം ചെയ്യുന്നത്. എത്രയേറെ ആളുകളാണ് കേരളത്തിലെ ജീവഹാനി ഉണ്ടായിട്ടുള്ളത്? മാധ്യമപ്രവർത്തകർ എത്രയേറെ ആളുകൾ.
പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ദുരന്തങ്ങളെ അതേപടി അതിന്റെ തീവ്രത മനസ്സിലാക്കാൻ വേണ്ടി ദുരന്ത മുഖങ്ങളിലേക്ക് പോയി മരിച്ചു വീണ എത്രയോ ആളുകൾ മലയാള മനോരമയുടെ ഫോട്ടോഗ്രാഫർ കൂടെയുള്ള ആളുകൾ ഉദാഹരണമല്ലേ. ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ. ഇത് ജനങ്ങൾക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്യുക. അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഇപ്പൊ ഗ്യാസ് ടാങ്കർ ചോർന്നു, ഞാൻ നമ്മുടെ ഓർമ്മയിലുള്ളതാണ് ഈ കരുനാഗപ്പള്ളി. അതിന്റെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അതിന്റെ അപകടം മനസ്സിലാക്കിയിട്ട് പോലും അത് റിപ്പോർട്ട് ചെയ്യാൻ എത്രയോ മാധ്യമ പ്രവർത്തനങ്ങൾ ഓടിപ്പോകുന്നത്. ഇങ്ങനെ ഓടിപ്പോകുന്നത് ജനങ്ങളെ വസ്തുത അറിയിക്കാൻ വേണ്ടി വേറൊരു താല്പര്യം നിങ്ങൾക്കാർക്കില്ല. പക്ഷേ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വാർത്തകളെ മാനേജ്മെന്റുകളുടെ താല്പര്യം കൂടി വരുമ്പോഴാണ് വാർത്തകൾ വളച്ചൊടിക്കപ്പെടുന്നത്. അപ്പൊ ഞാൻ അതുകൊണ്ട് പറയുന്നത്, ഞാൻ നിങ്ങളോടൊപ്പമാണ്. സാധാരണ വാർത്ത സമാഹരിക്കുന്ന, ജനങ്ങളുടെ സ്പന്ദനം മനസ്സിലാക്കുന്ന, ജനങ്ങളുടെ ആവശ്യങ്ങൾ അധികാരികളുടെ മുമ്പിലോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുമ്പിലോ അവതരിപ്പിക്കേണ്ട ഉത്തരവാദിത്വമുള്ളവർ, നിങ്ങൾ ആ ചുമതല കൃത്യമായി നിർവഹിക്കുന്നവർ തന്നെയാണെങ്കിലും മാധ്യമ മാനേജ്മെന്റുകളുടെ താല്പര്യം, അവരുടെ രാഷ്ട്രീയമാവാം, അവരുടെ സാമ്പത്തിക താല്പര്യമാവാം, അവരുടെ കോർപ്പറേറ്റ് പ്രീണന സമീപനങ്ങളാവാം, ഇതെല്ലാം വാർത്തകളുടെ അച്ചടിയെ, വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനെ നിർണ്ണയിക്കുന്നു എന്നത് ഈ കാലം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി ഞാൻ കാണുകയാണ്. മറ്റൊന്ന്, ഇന്ന് വാർത്താ സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. നിങ്ങൾ അതിന്റെ കണക്കുകളൊക്കെ അതിന്റെ സംഘടനാപരമായിട്ടുള്ള പരിശോധനയിൽ അവതരിപ്പിക്കുന്നതിന് കരുതുകയാണ്. കേരളത്തിലും ഇന്ത്യയിലും പ്രവർത്തിക്കുന്ന പത്രമാധ്യമങ്ങൾ ആരാ ഉടമസ്ഥർ? ആ ഉടമസ്ഥരെ തേടിച്ചെന്നാൽ പലതും വലിയ കോർപ്പറേറ്റ് ഭീമന്മാരാണ്. നമ്മുടെ നാട്ടിൽ വളർന്നു വന്ന, നമ്മുടെ നാട്ടിലെ സാമൂഹ്യ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി വളർന്നു വന്ന സ്വദേശാഭിമാനി രാമകൃഷ്ണനെ പോലെ, സഹോദരൻ അയ്യപ്പനെ പോലെയുള്ള ആളുകളുടെ ഉജ്ജ്വലമായ പാരമ്പര്യത്തിലൂടെ വളർന്നു വന്ന പത്രങ്ങൾ പോലും വലിയ കോർപ്പറേറ്റ് ഭീമന്മാരുടെ അവരുടെ ഷെയർ വിലയ്ക്ക് വാങ്ങി അതിന്റെ ഉടമകളാക്കി മാറ്റി ഇന്നലെ ഞാൻ കേരളത്തെ കുറിച്ചൊന്നും പറയുന്നത്, ഏതെങ്കിലും പ്രത്യേക പത്രത്തെ കുറിച്ചല്ല ഇതുപോലെ പറയുക. കേരളത്തിലെ പത്രങ്ങളൊക്കെ പാരമ്പര്യമുള്ളവർ, മറ്റു സംസ്ഥാനങ്ങളിലെ പത്രങ്ങളെക്കാൾ കേരളത്തിലെ പത്രങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, കേരളത്തിലെ പത്രങ്ങൾ കേരളത്തിലെ വളർന്നു വന്ന സാമൂഹ്യ രാഷ്ട്രീയ മുന്നേറ്റത്തിനൊപ്പം വളർന്നവരാണ്. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിനൊപ്പം വളർന്നവരാണ് കേരളത്തിലെ പത്രങ്ങൾ. കേരളത്തിലെ നടന്ന സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി പൊതുധാരയിൽ വന്നവരാണ് പത്രങ്ങൾ. പത്രപ്രവർത്തനം എന്ന് പറയുന്ന ഒരു സാമൂഹ്യ പ്രവർത്തനമായിരുന്നു. ഇങ്ങനെയെല്ലാമുള്ള സാമൂഹ്യമായിട്ടുള്ള പശ്ചാത്തലത്തിൽ വളർന്നു വന്ന പത്രങ്ങൾ പോലും ഒരു ഘട്ടം കഴിയുമ്പോൾ നടത്തിക്കൊണ്ടുപോകാൻ കഴിയാതെ വരികയാണ്. ഏതെങ്കിലും കോർപ്പറേറ്റ് ഭീമന്മാർ ഈ പത്രങ്ങളെ വിലയ്ക്ക് മേടിക്കുക. ഇപ്പൊ ഏഷ്യാനെറ്റ്, ഞാൻ ഉദാഹരണം പറയുക. ഏഷ്യാനെറ്റ് പോലെ അത് ആരായിരുന്നു? ഏഷ്യാനെറ്റ് ആരംഭിക്കുമ്പോൾ രവികുമാറിനെ പോലെ ബി ഭാസ്കരായിരുന്നു ഡയറക്ടർ ചേർന്നത് അല്ലേ? ഏഷ്യാനെറ്റ് ആരംഭിക്കുന്നു. ഇപ്പൊ എവിടെയാണ് അതിന്റെ അവസ്ഥ? ഇങ്ങനെ പ്രാദേശികമായി രൂപപ്പെടുന്ന മാധ്യമങ്ങൾ പോലും അവസാനം ഏതെങ്കിലും ഒരു കോർപ്പറേറ്റ് ഭീമന്റെ കയ്യിൽ അകപ്പെടുന്നു എന്നുള്ളത്, അവിടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ സേവന വേതന വ്യവസ്ഥകളെല്ലാം നന്നായി നടപ്പിലാക്കുന്നത് ശരിയാണെങ്കിലും ജനങ്ങളുടെ വാർത്ത അറിയാനുള്ള, വസ്തുത അറിയാനുള്ള താല്പര്യത്തെ ഹനിക്കലാവുന്നത് ആ മാധ്യമങ്ങളുടെ, ആ മാധ്യമ ഭീമന്മാരുടെ, ആ കോർപ്പറേറ്റുകളുടെ ഇൻട്രസ്റ്റ് ആയിരിക്കും വാർത്തകൾ വരാൻ പോകുന്നത്. കേരളത്തിലെ ദൃശ്യമാധ്യമ രംഗത്ത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ തമാശയോടെ പറയല്ല, നിങ്ങൾക്കറിയാം എത്രയേറെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയ ആളുകൾ ഇന്ന് മാധ്യമങ്ങൾ നടത്തുന്നു. മാധ്യമങ്ങൾ ലാഭം നടത്താനുള്ള സൗകര്യമാണ്. കേരളത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയൊരു തട്ടിപ്പ് കേസിലെ പ്രതികൾ ഇന്ന് മാധ്യമ സ്ഥാപനം നടത്തുകയാണ്. നിങ്ങളെ ആരെയും കുറ്റം പറയല്ലേ, അങ്ങനെയാണ് അവസ്ഥ. അപ്പൊ മാധ്യമ സ്ഥാപനം നടത്തുകയാണ്. ഇങ്ങനെ മാധ്യമ സ്ഥാപനം നടത്തുന്നതിന് അത് ലാഭാധിഷ്ഠിതമായ ഒരു മേഖലയായി ഈ രാജ്യത്തെ മാധ്യമങ്ങൾ മാറുന്നു. റിലയൻസിന്റെ കയ്യിൽ എത്ര മാധ്യമങ്ങളുണ്ട്? അദാനി എത്ര മാധ്യമങ്ങളിൽ ഷെയർ ഉണ്ട്? ഇത് ചെറിയ കാര്യമല്ല. ഇപ്പൊ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു വൻകിട കമ്പനി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ കമ്പനികളുടെ എല്ലാം നിയന്ത്രണത്തിൽ മാധ്യമ സ്ഥാപനങ്ങളുമുണ്ട്. വലിയ വെല്ലുവിളിയാണത്. അപ്പൊ സാധാരണ ശബ്ദമില്ലാത്ത, ഇവിടെ അധ്യക്ഷൻ പറഞ്ഞാണ്, സാധാരണ ശബ്ദമില്ലാത്ത മനുഷ്യരുടെ ശബ്ദം ആരാണ് പ്രതിഫലിപ്പിക്കേണ്ടത്? പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയ ആളുകളുടെ ശബ്ദം ആരാണ് പ്രതിഫലിക്കേണ്ടത്? അത് പ്രതിഫലിപ്പിക്കേണ്ടത് മാധ്യമപ്രവർത്തകരാണ് നമ്മുടെ രാജ്യത്ത്. അങ്ങനെ പ്രതിഫലിപ്പിക്കേണ്ട മാധ്യമപ്രവർത്തകർ, താഴെയുള്ള റിപ്പോർട്ടർമാർ, പ്രാദേശിക ലേഖകന്മാർ ആ വാർത്തകൾ മേളിലേക്ക് റിപ്പോർട്ട് ചെയ്താൽ അച്ചടിച്ചു വരുന്നത്, പ്രസിദ്ധീകരിക്കുന്നത്, ടെലികാസ്റ്റ് ചെയ്യുന്നത് ഏത് രൂപത്തിലായിരിക്കും എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പടമൊരുതേണ്ടത്
നിങ്ങൾ പ്രക്ഷോഭം നടത്തേണ്ടത്, നിങ്ങൾ സംഘടിക്കേണ്ടത്, നിങ്ങൾ നിലപാടെടുക്കേണ്ടത് നിങ്ങളുടെ ശേഖരിക്കുന്ന ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഉയർന്നു വരുന്ന സത്യസന്ധമായ വാർത്തകൾ ജനതാൽപര്യത്തെ മുൻനിർത്തി മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്യുക മാത്രമല്ല, ആ റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ അതേ ഉത്തരവാദിത്വത്തിൽ, അതേ ഉള്ളടക്കത്തിൽ അത് പ്രസിദ്ധീകരിക്കുക എന്നുള്ളത് കൂടി നിങ്ങളുടെ മാധ്യമ പ്രവർത്തകരുടെ പ്രക്ഷോഭത്തിന്റെ കുന്തമുനയായി മാറണം, അജണ്ടയായി മാറണം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ അത് നിങ്ങളോടൊപ്പം ചേരുകയാണ്. നിങ്ങൾ സമാഹരിക്കുന്ന ജനങ്ങളുടെ വികാരം എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങൾ സമാഹരിക്കുന്ന വാർത്തകൾ, നിങ്ങൾ ശേഖരിക്കുന്ന വാർത്തകൾ, ആ വാർത്തകൾ അതേ സ്വഭാവത്തിൽ, അതേ ഉള്ളടക്കത്തിൽ അച്ചടിച്ചു വരുമെന്ന് ഉറപ്പുവരുത്താൻ കൂടിയുള്ള ഇടപെടൽ എത്രത്തോളം എനിക്ക് നടത്താൻ കഴിയുമെന്ന് അറിയില്ലെങ്കിലും നിങ്ങളുടെ മാധ്യമ സ്ഥാപനത്തിനകത്ത് ആ ഇടപെടൽ നടത്താനുള്ള ഉത്തരവാദിത്വം, അതിന് കരുത്തു പകരായിരിക്കണം ഈ സംഘടനകൾ ചെയ്യേണ്ടത്. ഈ സംഘടന ഉത്തരവാദിത്തമാണ്. സേവന വേതന ഉത്തരവൊന്നുമല്ല, അവർക്ക് വേണം. മാധ്യമ പ്രവർത്തകർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ഏറ്റവും കുറച്ച് നടക്കുന്നത് കേരളത്തിലാണ്. നടക്കുന്നില്ലെന്ന് ഞാൻ പറയുന്നുണ്ട്. മാധ്യമപ്രവർത്തകർക്ക് നേരെ അതിക്രമം കേരളത്തിൽ നടക്കുന്നുണ്ട്, പക്ഷെ ഏറ്റവും കുറച്ച് നടക്കുന്നത് കേരളത്തിലാണെന്ന് കണക്കുകൾ കൊണ്ട് പറയാം. സിദ്ദിഖ് കാപ്പൻ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ മലയാളിയാണ്. 2.5 വർഷക്കാലമാണ് ഒരു കേസ് അന്വേഷിക്കാൻ പോയി ജയിലിൽ കിടന്നത്. 2.5 വർഷം. ഇതിനു വേണ്ടി ഏതെങ്കിലും രാഷ്ട്രീയ കാരണങ്ങൾക്ക് വേണ്ടിയല്ല, ഒരു രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി പോയതല്ല അദ്ദേഹം. ഉത്തർപ്രദേശിൽ നടന്ന ഒരു ചെറുപ്പക്കാരി, ഒരു പെൺകുട്ടിയെ ഭീകരമായി ക്രൂരമായി കൂട്ടബലാത്സംഗം ചെയ്തതിനെതിരായുള്ള വാർത്തകൾ ശേഖരിക്കാൻ വേണ്ടി, ആ വാർത്തയുടെ വസ്തുതകൾ തിരക്കാൻ വേണ്ടി പോയ മാധ്യമപ്രവർത്തകനാണ്, മലയാളിയായ മാധ്യമപ്രവർത്തകനെയാണ് ഭരണകൂടം 2.5 വർഷക്കാലം ജയിലിൽ വെറുതെ ഇപ്പോ മോചിതനാക്കി. അലഹാബാദ് ഹൈക്കോടതി അദ്ദേഹത്തെ ജയിൽ മോചിതനാക്കി. മലയാളി മാധ്യമപ്രവർത്തകനാണ്. മാധ്യമങ്ങൾക്ക് നേരെ, മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെ വലിയ വെല്ലുവിളിയും കടന്നാക്രമണവും രാജ്യത്തെമ്പാടും നടക്കുന്നുണ്ട്. ജനങ്ങളുടെ പക്ഷം നിൽക്കുക എന്നത് മാത്രമാണ് പരിഹാരം. ജനങ്ങളെ ചേർത്ത് നിർത്തുക എന്നതാണ് പരിഹാരം. മാധ്യമ പ്രവർത്തനം ജനങ്ങൾക്കിടയിൽ വിശ്വാസമുള്ളതാക്കുക എന്നതാണ് ഞങ്ങളുടെ പരിഹാരം. നിങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ സംസാരിക്കുന്നു. മാധ്യമ പ്രവർത്തകരെ ആക്രമിക്കേണ്ടവരല്ല എന്നും മാധ്യമ പ്രവർത്തകരെ ജനങ്ങൾ സംരക്ഷിക്കേണ്ടവരാണെന്നും ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ശബ്ദമില്ലാത്തവരുടെ ശബ്ദം ലോകത്തിന് മുമ്പിൽ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വമുള്ളവരാണ് മാധ്യമ പ്രവർത്തകർ എന്നുള്ള ബോധം ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾക്കുണ്ടാവണം. അപ്പൊ വിശ്വാസ്യതയാണ് ഉയർത്തിപ്പിടിക്കേണ്ടത്. ജനങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യം, ജനങ്ങൾക്കെല്ലാം പകൽ പോലെ വസ്തുത അറിയാവുന്ന ഒരു കാര്യത്തെ കുറിച്ച് തെറ്റായി നിങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ എങ്ങനെയിരിക്കും? ജനങ്ങൾക്കെല്ലാം അറിയാം എങ്ങനെയാണ് നടന്നത്. പക്ഷെ ഇത്തരത്തെ മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത അതിന് നേരെ ഘടകവിരുദ്ധമായാൽ എങ്ങനെ ജനങ്ങളുടെ വിശ്വാസത്തെ ആർജിക്കാൻ പറ്റും? അപ്പൊ അതുകൊണ്ട് മാധ്യമ പ്രവർത്തകർക്കെതിരായുള്ള കടന്നാക്രമണങ്ങളെ പ്രതിരോധിക്കാൻ, അവർക്ക് നേരെയുള്ള ഭരണകൂടത്തിന്റെ, പോലീസിന്റെ വെല്ലുവിളികളെ പ്രതിരോധിക്കാൻ കഴിയണമെങ്കിൽ ജനങ്ങളുടെ നല്ല പിന്തുണ ഉണ്ടാവണം. ജനങ്ങളുടെ പിന്തുണ കിട്ടണമെങ്കിൽ ജനകീയ താല്പര്യം ഉയർത്തിപ്പിടിക്കണം. ആ ജനകീയ താല്പര്യം ഉയർത്തിപ്പിടിക്കൽ കൂടിയായിരിക്കണം നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ മുഖമുദ്ര എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒട്ടേറെ പ്രമുഖരായിട്ടുള്ള ആളുകൾ പ്രസംഗിക്കാറുണ്ട്. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രസംഗം നടക്കേണ്ടതുണ്ട്. ഒട്ടേറെ പേരെ ആദരിക്കാനുണ്ട് എന്നുള്ളത് തന്നെ ദീർഘമായ ഒരു പ്രസംഗവും ഞാൻ നടത്തുന്നില്ല. നിങ്ങളുടെ ചർച്ചയ്ക്ക് വേണ്ടി, നിങ്ങളുടെ സ്വയം വിമർശനത്തിന് വേണ്ടി നിങ്ങൾ സ്വയം വിമർശനം നടത്തേണ്ടതിന്റെ ആവശ്യമുണ്ട്. വിമർശനത്തിന് വേണ്ടിയിട്ടുള്ള കുറെ പോയിന്റുകൾ മാത്രം, പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഈ അനുമോദന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എളിയ വാക്ക് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. സമൂഹത്തെ ഏറ്റവും അധികം സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ശക്തിയാണ് മാധ്യമങ്ങൾ. നമുക്കറിയാം, മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകൾ പണ്ട് കാലത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാമൂഹ്യ അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനത്തിന് ഉൾപ്പെടെ സഹായിച്ചത് മാധ്യമങ്ങളാണ്. ഗാന്ധിജി ഉൾപ്പെടെയുള്ളവരുടെ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചത് മാധ്യമങ്ങളിലൂടെയാണ്. അതും പത്രമാധ്യമങ്ങൾ എന്ന് തന്നെ എടുത്തു പറയുകയും. ഇന്ന് പത്രമാധ്യമങ്ങൾ മാറി ദൃശ്യമാധ്യമങ്ങളിലേക്കായി. ഏറ്റവും ഒടുവിൽ അത് നവമാധ്യമങ്ങളിലേക്ക് പോലും എത്തിച്ചേർന്നിരിക്കുന്നു. ആ നവമാധ്യമങ്ങളുടെ കാലഘട്ടത്തിലേക്ക് വളരെ വിശാലമായ ഒരു സ്വതന്ത്രമായ ഒരു വിഭാഗത്തിലേക്കാണ് സത്യത്തിൽ അറിവിൻ്റെ ഈ വാതായനങ്ങൾ തുറക്കപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. പക്ഷേ പലപ്പോഴും പല വാർത്തകളും പ്രത്യേകമായിട്ടുള്ള അത് പ്രചരിപ്പിക്കുന്നവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന നിലയിൽ മാത്രം അത് സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുമ്പോൾ ഒരു വിഭാഗം അതിനെ എതിർക്കുകയും മറുവിഭാഗം അതിനെ പ്രോത്സാഹിക്കുകയും ഇത് രണ്ട് പക്ഷത്തും നടക്കുന്നു എന്നുള്ളതാണ് സത്യം.
അപ്പോൾ ഏതെങ്കിലും ഒരു പക്ഷത്ത് മാത്രമായി നമ്മൾ വിചാരിച്ചു പോയാൽ അത് എത്രമാത്രം ശരിയാകും എന്ന് നമുക്ക് മനസാക്ഷിയുടെ ഒരു വിലാസം വെച്ച് പരിശോധിക്കുമ്പോൾ അത് പലപ്പോഴും നമുക്ക് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അവിടെ മറ്റൊന്ന് ദൃശ്യമാധ്യമങ്ങളിലൂടെയോ അല്ലെങ്കിൽ നവമാധ്യമങ്ങളിലൂടെ വരുന്ന ആ പത്രത്തിലൂടെ വരുന്ന ആ വാർത്തകൾ അല്ലെങ്കിൽ അവരുടെ പ്രസിദ്ധീകരണത്തിലൂടെ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്ന ഈ വാർത്തകൾ അത് ഏതാനും നിമിഷങ്ങളുടെ ഒരു പ്രാധാന്യം മാത്രം നിലനിർത്തുകയും എന്നാൽ അത് ഒരു ആർക്കൈവ്സിൻ്റെ ഭാഗം എന്നുള്ള നിലയിൽ അതവിടെ നിലനിർത്തുകയും ചെയ്യും. എന്നാൽ പത്രമാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ദിവസം മുഴുവൻ അത് നമ്മുടെ മുമ്പിൽ ഉണ്ടാകും. അടുത്ത ദിവസം അത് മാറും. അതിനുശേഷം പുതിയൊരു വാർത്ത വരും, അതിലേക്ക് നമ്മൾ കടന്നു പോകും. അപ്പോൾ ഇതൊരു വെല്ലുവിളി തന്നെയാണ്. നവമാധ്യമങ്ങളിലൂടെ സംഭവിക്കുന്ന ആ വാർത്താ പ്രചരണവും പത്രമാധ്യമങ്ങളും അല്ലെങ്കിൽ പരമ്പരാഗത മാധ്യമ പ്രവർത്തനങ്ങളിലൂടെ നടക്കുന്ന ആ വാർത്താ വിതരണവും അല്ലെങ്കിൽ വാർത്താ പ്രചരണവും രണ്ട് തരത്തിലാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു വലിയ വെല്ലുവിളി. പിന്നെ സാക്ഷരത വളരെ പ്രസക്തമായ ഒരു കാര്യം. കാരണം മാധ്യമങ്ങളുടെ വ്യക്തമായ ചില വ്യത്യസ്തമായ നിലപാടുകളുണ്ട്. അത് വ്യക്തമാണ്, അത് പ്രഖ്യാപിതമാണ്. അതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് അവർക്ക് ഒരുപക്ഷെ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകാം. അതിനെ നമുക്ക് കാണാതിരുന്നുകൂടാ, നമുക്കത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ പലപ്പോഴും. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ വായനക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നിലെത്തുന്ന വാർത്തകൾ ഏത് എന്നുള്ളത് അവർ വളരെ കൃത്യമായിട്ട് മുഴുവൻ മാധ്യമങ്ങളെയും ഒരുപോലെ കണ്ടെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിലുള്ള വസ്തുതകളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു തരത്തിലേക്ക് എത്തിച്ചേരുകയുള്ളൂ എന്നുള്ളതാണ് ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. അവിടെ മാധ്യമപ്രവർത്തകർ തീർച്ചയായിട്ടും മാനേജ്മെൻറ്റിൻ്റെ താല്പര്യങ്ങൾക്ക് വിപരീതമായി പ്രവർത്തിച്ചുകൊണ്ട് ഒരു മാധ്യമപ്രവർത്തകനും ആ മാധ്യമത്തിൽ തുടരാൻ കഴിയില്ല എന്നുള്ളത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. കാരണം അവരുടെ മനസാക്ഷിക്ക് വിരുദ്ധമായ പല പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് പ്രവർത്തിക്കേണ്ടി വരാം. അവിടെയൊക്കെ തന്നെ കൃത്യമായിട്ട് ചെയ്യേണ്ടത് നമ്മുടേതായ നിലയിൽ വാർത്തകൾ പലതരത്തിലുണ്ട്. ചില പ്രത്യേക വാർത്തകൾക്ക് മാത്രമാണ് ഞാൻ ഈ പറഞ്ഞ പ്രയാസങ്ങളുണ്ടാകുന്നത്. പക്ഷെ അതൊന്നുമില്ലാതെ മനുഷ്യൻ്റെ സാംസ്കാരിക അല്ലെങ്കിൽ സാമൂഹ്യ പശ്ചാത്തലങ്ങളെ ഏറ്റവും മികച്ച നിലയിലേക്ക് വഴികാട്ടിയാകത്തക്ക നിലയിലുള്ള നിരവധി സംഭവങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ ചുറ്റുപാട് നടക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ ആ കാര്യങ്ങളെ പ്രാധാന്യം എടുത്തുകൊണ്ട് അതിലേക്കുള്ള ഒരു ശ്രദ്ധ മാധ്യമപ്രവർത്തകർ എന്നുള്ള നിലയിൽ സ്വീകരിച്ചുകൊണ്ട് ഈ പറഞ്ഞ പ്രമുഖമായിട്ടുള്ള ഈ തലക്കെട്ടുകൾ പ്രധാന തലക്കെട്ടുകൾക്ക് താഴെയാണെങ്കിൽ പോലും അവയെ സത്യസന്ധമായി ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കുവാൻ തീർച്ചയായിട്ടും മാധ്യമപ്രവർത്തകരായ നിങ്ങൾക്ക് കഴിയും. അത്തരത്തിലുള്ള വാർത്തകൾ ശേഖരിക്കുവാൻ നിങ്ങൾ തയ്യാറായെങ്കിൽ മാത്രമേ അവ മുന്നിലേക്ക് വരികയുള്ളൂ. അപ്പോൾ പ്രധാനപ്പെട്ട ആളുകൾ തിരയുന്ന ചൂടുള്ള വാർത്തകൾക്ക് വേണ്ടി മാത്രം പോകാതെ ഇത്തരത്തിലുള്ള നന്മയുടേതായ അല്ലെങ്കിൽ സമൂഹത്തെ നേർവഴിക്ക് നയിക്കുന്ന സമൂഹത്തിൻ്റെ ചുരുക്കത്തുകളെ തുറന്നു കാണിക്കുന്ന ചില കാര്യങ്ങളിലേക്കെങ്കിലും നമ്മുടെ ശ്രദ്ധ പോയെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള വാർത്തകളിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ കഴിയുകയുള്ളൂ. അവ ഒരു സമൂഹ അല്ലെങ്കിൽ സാമൂഹ്യ പ്രതിബദ്ധത ഉള്ള ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ ജീവി എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണെങ്കിൽ പോലും മാധ്യമപ്രവർത്തകർ ആ ഒരു ദൗത്യം ഏറ്റെടുക്കാൻ കുറച്ചെങ്കിലും ഒരു ആത്മവിശ്വാസമോ അല്ലെങ്കിൽ ആത്മസംതൃപ്തിയോ നമുക്ക് ലഭിക്കാൻ ഒരു വഴി അത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അവരുടെ വഴിക്ക് പോകാൻ നമ്മൾ ഏത് വേഷവും കെട്ടാൻ തയ്യാറായിരിക്കുന്ന വില്ലൻ വേഷം കിട്ടണമെങ്കിൽ വില്ലൻ വേഷം കിട്ടാം, നായക വേഷം കിട്ടണമെങ്കിൽ നായക വേഷം കിട്ടാം, ആ നിലയിൽ പോകും. അപ്പോൾ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങളുടെ ഇത്തരത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രീയത്തെ നിശ്ചയിക്കുന്നത്, നമ്മുടെ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ നിശ്ചയിക്കുന്നത് ഒക്കെ തന്നെ ചില പ്രത്യേക മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ചില കഥകളുടെ അടിസ്ഥാനത്തിൽ പോകുന്നതിനാണോ എന്ന് പോലും പലപ്പോഴും നമുക്ക് തോന്നുന്ന നിലയിലാണ് പ്രവർത്തനങ്ങൾ നടന്നത്. അതൊക്കെ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾ ഒരു വഴി കൂടി നടത്തുന്നതിന്
തീർച്ചയായിട്ടും മാധ്യമപ്രവർത്തകർ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാനായിട്ട് കഴിയും. അതിൻ്റെ മാർഗങ്ങൾ വളരെ ദുർഘടമാകാം. പക്ഷേ എന്നിരുന്നാൽ പോലും ആ ഒരു വഴിയിലൂടെ നീങ്ങുമ്പോൾ നിങ്ങൾക്ക് സത്യസന്ധമായ പ്രവർത്തനം നടത്തുന്നതിനുള്ള ഒരവസരം അതിലൂടെ ലഭിക്കുന്നതിനാണ് ഞാൻ കരുതുന്നത്. പിന്നീട് പത്രപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കപ്പെട്ട പോലെ വളരെ കഠിനമായ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് അവർ ഈ പല വാർത്തകളുടെ ഉറവിടങ്ങളിലേക്ക് എത്തിച്ചേരുകയും അതിനെ യഥാസമയം സത്യസന്ധമായ നിലയിൽ യാഥാർത്ഥ്യത്തോടു കൂടി പരമാവധി സത്യസന്ധമായിട്ടും അല്ലെങ്കിൽ ഭംഗിയായിട്ടും യഥാർത്ഥമായിട്ടും അവതരിപ്പിക്കുവാനായിട്ട് ആത്മാർത്ഥമായി ശ്രമിക്കുന്നത്. അങ്ങനെ അല്ലാത്തവരും ഉണ്ടാകാം. പക്ഷെ അങ്ങനെയുള്ളവർ ഉൾപ്പെടെ നിരവധിയായ വ്യക്തിത്വത്തിൻ്റെ കാര്യങ്ങളുടെ പാസാ സൂചിപ്പിച്ചു. അദ്ദേഹത്തിനൊക്കെ ആ ഒരു വലിയ അദ്ദേഹത്തിന് ആ ഒരു സ്വന്തമായ ഒരു ക്രൈസായിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ ആ വെള്ളച്ചാട്ടത്തിന് അതായത് ഉരുൾപൊട്ടലിൻ്റെ ആ എടുക്കാൻ സാധ്യതയുള്ള ആ ഒരു പ്രദേശത്ത് പോയി നിന്നുകൊണ്ട് അതിൻ്റെ ആ ദൃശ്യം പകർത്തുവാനുള്ള ആ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഇടപെടൽ അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹമായ ആ ആഗ്രഹത്തിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെട്ടത്. അപ്പോൾ അത്തരത്തിലുള്ള മാധ്യമപ്രവർത്തകർ ഉണ്ട്. അതുപോലെ തന്നെ ഒന്നും വേണ്ട, നമുക്ക് പറയുന്ന കാര്യങ്ങൾ ചെയ്ത് മാത്രം നമുക്ക് പ്രവർത്തിച്ച് മുന്നോട്ട് പോയാൽ മതി എന്ന് പ്രവർത്തിക്കുന്നവരും നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ വെല്ലുവിളികൾ നിറഞ്ഞതുമാണ്, അതുപോലെ തന്നെ സുഖകരമായിട്ട് പോകാവുന്നതുമാണ് നമ്മുടെ ഈ മാധ്യമ പ്രവർത്തനങ്ങൾ വരുന്നത്. പക്ഷേ ജനങ്ങളുടെ ഇടയിൽ വിശ്വാസങ്ങൾ നിലനിർത്തണമെങ്കിൽ തീർച്ചയായും അവനവൻ്റേതായ ഒരു കഴിവോടുകൂടി ഉള്ള പ്രവർത്തനം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ളത്. അവിടെയാണ് ഓരോ മാധ്യമ പ്രവർത്തകരും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും എല്ലാ സമ്മേളനത്തിലൂടെയും അതുപോലെ സംസ്ഥാന സമ്മേളനമൊക്കെ നടക്കുമ്പോൾ ഇതിൽ അനുഭവപ്പെടുന്ന സമൂഹത്തിലാകെ വന്നു ചേർന്നിരിക്കുന്ന ഒരു വലിയ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ നമുക്ക് ഏവർക്കും അറിയാം. അതിൻ്റെ എല്ലാം തന്നെ ഒരു ഭാഗം നമ്മളും അനുഭവിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ മാറ്റിയെടുക്കുന്നതിന് ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങളും ആവശ്യങ്ങളും ഒക്കെ തന്നെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള സമര പോരാട്ടങ്ങളൊക്കെ തന്നെ നടത്തേണ്ട ഒരു ഘട്ടം തന്നെയാണ് ഇതുള്ള കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായിട്ടും ഈ സംഘടനയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ തീർച്ചയായിട്ടും എൻ്റെ വ്യക്തിപരമായ നിലയിൽ എൻ്റെ മണാർശാല ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു എല്ലാവിധ പിന്തുണയും ഞാൻ അവസരത്തിൽ ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യാൻ നമസ്കാരം ചെയ്യുന്നു. തുടർന്ന് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ മസ്ജിദ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള ശ്രീ എസ് കൃഷ്ണകുമാറാണ് അതോട് ശ്രമിക്കും. നീതി നിഷേധിക്കപ്പെടുന്നവരുടെ അവസാനത്തെ ആശ്രയമാണ് മാധ്യമം എന്ന് കരുതുന്ന ഒരു വ്യക്തിയാണ്. ജനാധിപത്യ വ്യവസ്ഥയിൽ ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും ജനങ്ങൾക്കെതിരായി തെറ്റ് ചെയ്താൽ ജനങ്ങളുടെ നീതി നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആ നീതി വാങ്ങിച്ചു കൊടുക്കാൻ ആശ്രയിക്കാവുന്ന ഏറ്റവും അവസാനത്തെ കണ്ണി മാധ്യമങ്ങൾ. ആ മാധ്യമങ്ങൾ മാധ്യമധർമ്മം നിറവേറ്റുന്നുണ്ടോ എന്നാണ് നമ്മുടെ ഉദ്ഘാടക ചോദ്യം വരുന്നത്. പത്രപ്രവർത്തനത്തെ കുറിച്ച് ഞാൻ പഠിക്കുന്നത് 10ാം ക്ലാസ്സിലെ പത്രധർമ്മം എന്ന് പറയുന്നൊരു പാഠഭാഗമാണ് മലയാളത്തിൽ. സ്വദേശാമാനി രാമകൃഷ്ണപിള്ളയെ കുറിച്ചുള്ള അഭിമാനത്തോടു കൂടി നമ്മൾ കാണുന്ന കേരളത്തിൽ ഇപ്പോഴീ നവമാധ്യമങ്ങൾ ഒരു സാമൂഹിക അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്ന എന്ന് കരുതുക. നമ്മുടെ പത്രപ്രവർത്തന രംഗത്ത് മൂല്യച്യുതി സംഭവിച്ചിട്ടുണ്ട്. ജനാധിപത്യ രാജ്യങ്ങളിൽ പത്രപ്രവർത്തന രംഗത്ത് മൂല്യച്യുതി സംഭവിച്ചാൽ അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കുന്നത് സാധാരണ ജനങ്ങളാണ്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങളുടെ സംഘടനാ സമ്മേളനങ്ങൾ അതുപോലെ ചർച്ചയാകുന്നതോട് ഞാൻ അതിലേക്ക് കിടക്കുന്നു. ദിശാബോധം നഷ്ടപ്പെടാതെ കാത്തു സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് നിരവധി പോർമുഖങ്ങളിൽ അചഞ്ചലരായി നെഞ്ചു ചേർത്ത് പെരുമാറി കാട്ടി നിൽക്കുന്നവരാണ് മാധ്യമപ്രവർത്തകർ. അവരാണ് ചെറുതും വലുതുമായ കാര്യങ്ങളിൽ ജനങ്ങളുടെ ആശയ അഭിലാഷങ്ങൾ എവിടെയെങ്കിലും ഹനിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആ അഭിലാഷങ്ങൾ കൂടുതൽ വ്യാപകമായി ജനഹൃദയങ്ങളിൽ എത്തിക്കുവാനും ഭരണാധികാരികളുടെയും ജുഡീഷ്യറിയുടെയും ശ്രദ്ധയിൽ കൊണ്ടുവന്ന് പരിഹാരം കണ്ടെത്തുവാനും ജനാധിപത്യ രാജ്യത്ത് ഭരണ സംവിധാനങ്ങളെക്കാൾ ഉപരിയായി പ്രവർത്തിക്കാൻ കഴിയുന്നത് പത്രമാധ്യമ രംഗത്തെ സുഹൃത്തുക്കൾക്കാണ്. അപ്പൊ ആ രംഗത്ത് സംഭവിച്ച അപജയങ്ങൾ എന്തൊക്കെ എന്നുള്ളതാണ് ഉദ്ഘാടകൻ സൂചിപ്പിച്ചത്. അപ്പൊ ആ വിവരങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്യും. അപ്പൊ അതിനകത്ത് ഈ കോർപ്പറേറ്റുകളുടെ കടന്നുകയറ്റവും മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. വെളുപ്പാകാലം മുതൽ
പുലർകാലം മുതൽ ഉറങ്ങുന്ന സമയം വരെയും ജനങ്ങൾക്ക് ആവശ്യമായ വാർത്തകൾ സൃഷ്ടിച്ച് വാർത്തകളിലേക്ക് ജനങ്ങളിലെ കൊണ്ടുവരാൻ വേണ്ടി നമ്മളെല്ലാം പരിശ്രമിക്കുക. നമ്മളിത് സൂചിപ്പിച്ചത് മാധ്യമപ്രവർത്തകർ. അപ്പൊ ആ മാധ്യമപ്രവർത്തകർ സാമൂഹിക സുരക്ഷിതത്വത്തിന് വേണ്ടിയും സാമൂഹിക ചുറ്റുപാടിന് അനുസൃതമായി പ്രവർത്തിക്കുന്നു എന്നതിന് ജനകീയ മനസ്സിനെയും ജനങ്ങളിലുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതാണ് ഇവിടെ ഈ അവാർഡ് സമ്മേളനത്തിന്റെയും ആദരവിന്റെയും. നമ്മളെന്തിനാ അവാർഡ് സമ്മേളനവും ആദരവും നടത്തുന്നത്? ഈ രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ളവരെ ഓർക്കുക, ആ രംഗത്ത് മുൻഗാമികൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പിൻഗാമികൾക്ക് പറഞ്ഞു കൊടുക്കുക. അതോടൊപ്പം തന്നെ ആദരിക്കപ്പെടേണ്ടവർ ഏത് സമൂഹത്തിലെ ഏതൊരാളെ ആദരിക്കാനുള്ള മഹത്തായ കർമ്മം. നമുക്കറിയില്ല, അന്നദാനമാണ് മഹാദാനം എന്ന് പറയുന്ന പോലെ. ഇപ്പൊ അന്നമൊന്നും ആർക്കും വേണ്ട, എല്ലാവരും സൂക്ഷ്മമായി കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യത്തിന് അപ്പുറത്തേക്ക് ഇന്ത്യയുടെ സാമൂഹ്യ ചരിത്രത്തിനകത്ത് വിഷലിപ്തമായ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടുണ്ടായിരുന്ന സാമൂഹ്യ ചരിത്രം ഉണ്ടായിരുന്നതാണ് കേരളത്തിൽ. അതുകൊണ്ടാണ് കേരളത്തിലെ പത്രപ്രവർത്തനം മറ്റ് ഇതര സംസ്ഥാനങ്ങളിലെ പത്രപ്രവർത്തനത്തിൽ നിന്ന് വ്യത്യസ്തരാകുന്നത് എന്ന് നിങ്ങൾക്കറിയാം. അത് ഞാൻ ചൂണ്ടിക്കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ കേരളത്തില് നവമാധ്യമങ്ങൾ ഇന്ന് സൃഷ്ടിക്കുന്ന അരക്ഷിതാവസ്ഥ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് നിങ്ങളാണ് എന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഞാൻ നിങ്ങളുടെ ജേർണലിലെ വായിച്ചു ആദ്യത്തെ ഭാഗം നോക്കി. ഈ നവമാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന അരക്ഷിതാവസ്ഥ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നത് മാധ്യമങ്ങൾ, ജേർണലിസ്റ്റ് യൂണിയൻ. അതിലെനിക്കുള്ള അഭിമാനം ഞാൻ സന്തോഷവും പങ്കിടുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള സമ്മേളനങ്ങൾ നമുക്ക് വഴികാട്ടിയായി മാറും, മാതൃകാപരമായി മാറും. ഇതിനകത്ത് കുറെ പേർ അഭിനന്ദിക്കപ്പെടുന്നു, കുറെ എല്ലാവരെയും ചേർത്ത് വെക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ, അപ്പൊ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ നാടിന്റെ പ്രശ്നങ്ങളാണ്. ആ നാടിന്റെ പ്രശ്നങ്ങൾ കാണുന്നത് ഓരോരുത്തരും ഓരോ രീതിയിലാണ്. അവരവരുടെ മാനസിക നിലവാരത്തിനനുസരിച്ച് വിഭാവനം ചെയ്യുന്നതിന് ഏകോപിപ്പിച്ച് ഒരേ രീതിയിൽ കൊണ്ടുവന്ന് ജനക്ഷേമത്തിന്റെ മുന്നിലേക്ക് ജനകീയ കണ്ണാടിയിലൂടെ പരിശോധിച്ച് അത് ജനഹൃദയങ്ങൾ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന നിങ്ങൾക്ക് ഒരു ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ട് എല്ലാവിധ ആശംസകളും. ശ്രീ സാമുവൽ ദേവിന്റെ ദീർഘമായ സ്മരണകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വേദിയാണ്. ശ്രീ സാമുവലുമായി ഏതാണ്ട് 40 വർഷക്കാലത്തെ സൗഹൃദം ഉണ്ടായിരുന്ന ഒരാളാണ്. മംഗളത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ, മംഗളം പത്രം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ സാമുവലുമായി എനിക്ക് അടുപ്പമുണ്ടായിരുന്നു. ഈ ദീർഘമായ ഈ കാലയളവിൽ ഒരിക്കൽ പോലും ഞങ്ങൾ തമ്മിൽ ഇണങ്ങേണ്ടി വന്നില്ല എന്നുള്ളതാണ് ആ സൗഹൃദത്തിൻ്റെ ഏറ്റവും വലിയ. സാമുവിനെ അടുത്തറിയാവുന്ന ഏവരും എൻ്റെ ഈ അഭിപ്രായത്തോടെ യോജിക്കും എന്ന് ഞാൻ കരുതുകയാണ്. ഞാനത് പറയാൻ കാരണം സാമുവലിൻ്റെ വിലാപയാത്രയിലും അതിനുശേഷം കായംകുളത്ത് നടന്ന വേറെ 1-2 അനുസ്മരണ സമ്മേളനങ്ങളിലുമൊക്കെ ആ ജനമങ്കാളിത്തം സാമുവലിനെ ഈ സമൂഹം എത്രമാത്രം സ്നേഹിക്കുന്നു, ഈ സമൂഹത്തിന് വേണ്ടി എന്ത് സംഭാവന ചെയ്യാൻ കഴിയും എന്ന് ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും തനിക്ക് കിട്ടുന്ന ലാഭം ചെറുതാണെപ്പോലും അത് സമൂഹത്തിൻ്റെ നന്മയ്ക്കും ശ്രേയസ്സിനും വേണ്ടി വിനിയോഗിച്ച ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു സാമുവലിനോട്. തീർച്ചയായും ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളൊക്കെ ഈ മാധ്യമപ്രവർത്തനം ആരംഭിച്ച സമയത്ത് ഇന്നുള്ള അത്രയും സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. വളരെ ദുഷ്കരമായ ഒരു കാലഘട്ടത്തിലാണ് വാർത്തകൾ അയക്കുവാനും ശേഖരിക്കുവാനും ഒക്കെ മെനക്കെട്ടിറങ്ങിയത്. അത്രയും ഒരു ക്ലേശകരമായ സാഹചര്യം ഇല്ല. പക്ഷേ പുതിയ വെല്ലുവിളികൾ വേറെ ഉണ്ടാകും. എന്നിരുന്നാൽ തന്നെയും അന്ന് തുടങ്ങിയ ആ ഒരു ജൈത്രയാത്ര, അന്ന് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ശ്രീ PML ലത്തീഫ് ഈ വേദിയിലുണ്ട്. തീർച്ചയായും സാമുവൽ കാട്ടിത്തന്ന ഈ മാതൃക വളരെ അനുകരണീയമാണ്, ഏവർക്കും മാതൃകയാക്കാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നിയും ഭാര്യ സഹോദരനും മകനും ഈ വേദിയിൽ നിൽക്കുന്നുണ്ട്. അവരെ പ്രത്യേകമായി സ്വാഗതം ചെയ്യാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുവാണ്. തീർച്ചയായും സാമുവൽ ഞങ്ങൾ കാട്ടിയ മാതൃക എന്നും ഞങ്ങളുടെ പ്രവർത്തനത്തിനും ഞങ്ങൾക്ക് സമൂഹത്തിലുള്ള പ്രതിനിധിക്കും എന്നും ഒരു വഴികാട്ടിയാണ് എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് ഈ പ്രഥമ അവാർഡ് നേടിയ ശ്രീ ബിനു തങ്കച്ചനെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ദീർഘകാലം പ്രാദേശിക പത്രപ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ച ശ്രീ സാമുവൽ ഡേവിഡ് അച്ചായനുമായി ബന്ധപ്പെട്ട് സ്മരണിക നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ പ്രകാശനമാണ്. അത് ബഹുമാനപ്പെട്ട ഡേവിഡ് അച്ചായൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഇത് ഏറ്റുവാങ്ങും. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വാർത്തകൾ സംബന്ധിച്ച ഒരു മത്സരമാണ് നടത്തിയത്. അതിൽ നിരവധിയായ എൻട്രികൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് കിട്ടി. അതിൽ
മലയാള മനോരമയുടെ മാവേലിക്കര ലേഖനായിട്ടുള്ള ബിനു തങ്കച്ചൻ തയ്യാറാക്കിയ ഒരു വാർത്തയ്ക്കാണ് അതുമായി ബന്ധപ്പെട്ട് ഒന്നാം സ്ഥാനം കിട്ടിയിട്ടുള്ളത്. അദ്ദേഹത്തിനാണ് സാമുവൽ സ്മാരക മാധ്യമ പുരസ്കാരം ഈ വർഷം ലഭ്യമായിട്ടുള്ളത്. അത് ഏറ്റുവാങ്ങുന്നതിനായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഹരിപ്പാടിൻ്റെ ആദരണീയനായ എം.എൽ.എ. ശ്രീ രമേശ് ചെന്നിത്തല വളരെ സാന്ദർഭികമായി ഇന്ന് അദ്ദേഹത്തിന് തൃശ്ശൂർ ഒരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുകൊണ്ട് അദ്ദേഹം എത്തിച്ചേരാനുള്ള വിഷമം അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആശംസ അറിയിക്കണമെന്ന് കൃത്യമായി നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് വേണ്ടി ഞാൻ വായിക്കുകയാണ്. ലോകത്താകമാനം പത്രപ്രവർത്തനം മുൻപില്ലാത്ത നിലയിൽ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്. അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകർക്കെതിരെ വാർത്തയുടെ പേരിൽ കേസെടുക്കുന്ന സംഭവങ്ങൾ കയറി വരുന്നു. ഇത്തരം ഭരണകൂട ഇടപെടലുകൾ നിഷ്പക്ഷവും നൈതികവുമായ മാധ്യമപ്രവർത്തനത്തിൻ്റെ കടയ്ക്കൽ കത്തിവെക്കുന്നതാണ്. ഇതിനെതിരെ പത്രപ്രവർത്തക സമൂഹം എക്കാലവും ഉണർന്നിരിക്കണം. ജനാധിപത്യ സംരക്ഷണമാണ് ഏറ്റവും അത്യന്താധുനിക ലക്ഷ്യം. അത് തുടർന്നുകൊണ്ടേയിരിക്കണം. കേരളത്തിലെ പത്രപ്രവർത്തകരുടെ ആത്മാഭിമാനവും തൊഴിൽ മൂല്യങ്ങളും നൈതികതയും സംരക്ഷിക്കുന്നതിൽ കേരള ജേർണലിസ്റ്റ് യൂണിയൻ നടത്തുന്ന പോരാട്ടങ്ങൾ ഇനിയും കൂടുതൽ ശക്തമായി മുന്നോട്ട് നയിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പരിപാടിക്ക് എൻ്റെ വിജയാശംസകൾ. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ന് സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ജില്ലാ പ്രസിഡന്റുടെ സമ്മേളന നഗരിയിൽ പതാക ഉയർത്തി ഇപ്പോൾ നമ്മൾ നടത്തി വരുന്നത് നമ്മുടെ ജില്ലയ്ക്കകത്ത് ഈ സംഘടന രൂപീകൃതമായതിനു ശേഷം കഴിഞ്ഞ സംസ്ഥാന സമ്മേളന കാലയളവിലെല്ലാം തന്നെ കായംകുളത്ത് ജില്ലാ സെക്രട്ടറി വാഹിദ് കത്താനത്തിനൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് നമ്മുടെ സംഘടനാ സമ്മേളനം വിജയിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത യശശരീരനായ ഡേവിഡ് അച്ചായന്റെ അപ്പൊ അദ്ദേഹത്തിന്റെ ഓർമ്മ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ സംഘടനയുടെ ജില്ലാ കമ്മിറ്റി എല്ലാ വർഷവും ഒരു അവാർഡ് മുതിർന്ന ഒരു നല്ലൊരു മാധ്യമ പ്രവർത്തകരെ കണ്ടെത്തി ഒരു അവാർഡ് നൽകുന്ന ഒരു ചടങ്ങ് സംഘടിപ്പിക്കണമെന്ന് തീരുമാനിച്ചതിന്റെ കൂടി അടിസ്ഥാനത്തിലുള്ള ഒരു ചടങ്ങാണ് നമ്മുടെ ഈ സമ്മേളനത്തിൽ ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ജില്ലയ്ക്കകത്ത് ഏറ്റവും മുതിർന്ന മാധ്യമപ്രവർത്തകരായ 10-15 മാധ്യമപ്രവർത്തകരെ കൂടി ആദരിക്കുന്ന ചടങ്ങും നമ്മുടെ ഈ സമ്മേളനം നടക്കുന്ന പ്രദേശത്ത് സാമൂഹ്യ സാംസ്കാരിക വ്യാവസായിക മേഖലകളിൽ നിന്ന് വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രധാനപ്പെട്ട ആളുകളെ ആദരിക്കുന്ന ചടങ്ങ് കൂടിയാണ് ഈ അവസരത്തിൽ ഇവിടെ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരമൊരു ചടങ്ങ് നടക്കുന്ന സമ്മേളനത്തിൽ ഒരു യോഗത്തിനകത്ത് നമ്മുടെ സംഘടനയുടെ പോരായ്മകളും നേട്ടങ്ങളും അല്ലെങ്കിൽ നമുക്ക് നേടിയെടുക്കേണ്ട നമ്മുടെ സംഘടന നമ്മുടെ സർക്കാരിന് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ള നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ക്ഷേമനിധി ഉൾപ്പെടെ ഏതാണ്ട് 10-14 വർഷക്കാലമായി നമ്മുടെ സർക്കാരിന് മുന്നിൽ ഉന്നയിക്കുന്ന ക്ഷേമനിധി ഉൾപ്പെടെയുള്ള നിരവധിയായ പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ ഏറ്റവും വലിയ സമരം സമീപകാലത്ത് നടത്തിക്കൊണ്ടാണ് നമ്മുടെ സംഘടനയുടെ സമ്മേളനത്തിലേക്ക് നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ മാസം 16-ാം തീയതിയായിരുന്നു നമ്മുടെ സംഘടന ഏറെ വർഷങ്ങൾക്ക് ശേഷം സംസ്ഥാന തലത്തിന് തലസ്ഥാന നഗരിയിൽ കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ടുള്ള സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിച്ചത്. അത്തരം നിരവധിയായ സമരങ്ങൾ സംസ്ഥാന കമ്മിറ്റിയുടെ നേരിട്ടുള്ള നേതൃത്വത്തിലും മേഖലാ തലത്തിലും ജില്ലാ തലത്തിലുമെല്ലാം നിരവധിയായ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ സമരങ്ങളെല്ലാം നടത്തുമ്പോൾ നമ്മുടെ സംഘടനയ്ക്കകത്ത് സമരത്തിന്റെ അകത്ത പ്രാതിനിധ്യം നമ്മുടെ സംഘടനയുടെ ജില്ലയിലെ സ്വാധീനത്തിന് അനുസൃതമായിട്ടുണ്ടായിട്ടുണ്ടോ എന്നെല്ലാം ഉൾപ്പെടെ പരിശോധിക്കപ്പെടേണ്ട സമ്മേളനമാണ് നാളെ നടക്കാൻ പോകുന്നത്.